ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുള്ളത് ഞായറാഴ്ചയാണ് കേട്ടോ. കാരണം എനിക്ക് അന്നത്തെ ദിവസമാണ് കൂടുതൽ സമയം കിട്ടുക വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും. അപ്പോൾ എന്തായാലും ഇന്ന് അതുപോലെ സമയമുള്ളൊരു ദിവസമൊന്നല്ല, എങ്കിലും ഉള്ള സമയം കൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണെന്ന് മുന്നേ തന്നെ പറഞ്ഞല്ലോ. ഇന്ന് ജോലിയുള്ള ഒരു ദിവസത്തെ പോലെ തന്നെയാണ് എൻ്റെ ഈ ഒരു ദിവസം തുടങ്ങുന്നത്. അത് രാവിലെ എണീച്ചു. പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ അടിച്ചു വരാനായിട്ട് പോവാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളത് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ക്ലീനിങ് പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്നത് ഞായറാഴ്ച തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ അടിച്ചു വാരിയിട്ടു. ഇനി തുടയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ എനിക്ക് ഡെറ്റോളോ ഫിനോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും ലിക്വിഡ് ഒഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡും ചേർത്ത് കൊടുത്തിട്ടാണ് ഇന്ന് ഞാൻ തുടച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. രാവിലെ തന്നെ വീട്ടിലുള്ളവർ ഉറങ്ങി എണീക്കുന്നതിന് മുൻപ് തുടയ്ക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടച്ച് തുടങ്ങുന്ന സമയത്തായിരിക്കും ഓരോരുത്തരൊക്കെ എണീച്ച് വരിക. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ തുടച്ച സ്ഥലത്ത് കൂടെ നടക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര അരോചകമുള്ളൊരു കാര്യമാണ്. എനിക്ക് മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഉണങ്ങുന്നതിന് മുൻപ് അവിടെയൊക്കെ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ ആ ഒരു പാട് പിന്നെ നമ്മൾ എത്ര തുടച്ചാലും പോവില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഇഷ്ടമില്ലാത്തൊരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും എണീക്കുന്നതിന് മുൻപ് തന്നെ തുടയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ ആദ്യം ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ ഒരു ലിവിങ് ഏരിയ ആണുള്ളത്, പിന്നെ 2 ബെഡ്റൂം, ഒരു വലിയ കിച്ചൺ, അതുപോലെ തന്നെ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ കിച്ചണും വർക്ക് ഏരിയ ആണുള്ളത്. അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അതൊക്കെ തുടച്ചുവിടും. ഈ ഉണങ്ങുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ മിറ്റൊക്കെ അടിച്ചു വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആരും അകത്തില്ല, അത് നന്നായിട്ട് കിടന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനും അകത്ത് കയറുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന മിറ്റടിച്ചു വാരുക അതുപോലുള്ള പണികളൊക്കെ ഞാൻ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ബാക്ക് വശത്ത് ഒരു ഇരുമ്പാമ്പുളി മരം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലയും ഇരുമ്പാമ്പുളിയൊക്കെ പൊഴിഞ്ഞ് ഒരുപാട് വൃത്തികേടായിട്ട് ചില സമയങ്ങളിലൊക്കെ എടുക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും മിറ്റടിക്കുന്ന ഒരാളൊന്നല്ല, പക്ഷേ എങ്കിലും 2 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ മിറ്റടിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരുപാട് ഇലകളൊക്കെ കൊഴിഞ്ഞെടുക്കുന്ന സമയത്ത് മിറ്റടിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം 4 സൈഡിലും മിറ്റം നല്ല രീതിയിലുള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് അത് മുഴുവൻ അടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ബാക്ക് ടു കിച്ചൺ. നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നു. ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഇപ്പം നല്ല ചൂടാണ്, ഉഷ്ണവും കൂടുതലാണ്, വെള്ളത്തിനുള്ള ദാഹവും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിച്ചണിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാൻ കേട്ടോ. കൂടുതലും മണി പ്ലാന്റ്സ് ആണുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് കുറച്ചധികം മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ മാറ്റി ജസ്റ്റ് അവർക്കൊന്നൊരു റീഫ്രഷ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ തലേദിവസം ഞാൻ ഇന്ന് എന്തുണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് വർക്കിംഗ് ഡേ പോലെ തന്നെയാണ്, എനിക്ക് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹെഡ് ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ 9 മണിക്ക് 9:30 കൂടിയിട്ടാണ് അവിടെ എത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും തലേദിവസം ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചോറേ കൊണ്ടുപോകാറുള്ളൂ. ഒരു 2 കയ്യിൽ ചോറൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ നല്ല വെള്ളത്തിൽ കുറച്ചൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കാബേജ് പുറം ഭാഗത്ത് 1-2 തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ചോപ്പറിലാണ് ഇത് അടിച്ചെടുക്കുന്നത് കേട്ടോ. സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാനിതുപോലെ ചെറുതാക്കി കുനുകുനാന്ന് കൈകൊണ്ട് അരിയാനായിട്ട് ശ്രമിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ വെക്കുന്നത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ സമയം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോപ്പറിനെ ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ ചോപ്പറിൽ ഇട്ട് അടിക്കാമെന്നാണ് ഞാൻ ഇന്ന് എന്തായാലും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലൊരു ചോപ്പർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം നമുക്കിതിൽ ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്കിതിൽ അരിഞ്ഞെടുക്കാം. കാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ ബീട്രൂട്ട്, പിന്നെ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ സവോളയും ഉരുളൻകിഴങ്ങും ഒക്കെ ഇതുപോലെ നമുക്ക് വലിച്ച് ചോപ്പറിൽ എടുക്കാനായിട്ട് പറ്റും. ഈസിയാണ്, വളരെ തിന്നായിട്ട് വരെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചോപ്പറൊന്നും ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും കിച്ചണിൽ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ചു. ഇനി ചോറ് ഊറ്റി അങ്ങോട്ട് മാറ്റി വെക്കണം. ഞാൻ സാധാരണ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പച്ചമുളക് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം സവോള ചേർക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അതുപോലെ തന്നെ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർക്കാറുണ്ട്. കടുകിൻ്റെ കൂടെ തന്നെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പ് കൂടി ചേർക്കാറുണ്ട് കേട്ടോ. എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പിടിയിട്ടോ, 1 ടീസ്പൂണൊന്നും ഇല്ല, കുറച്ച് മാത്രം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള കാബേജ് കൂടി ചേർക്കുക.
കാബേജിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. ചിലർ കാബേജ് ഉപ്പേരി ഇങ്ങനെ വെളുത്തിരിക്കും മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട്, പക്ഷേ എപ്പോഴും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിലിനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തീയൊക്കെ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ആവിയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അവസാനം ഒരു പിടി നാളികേരം കൂടി ചേർത്ത് കൊടുത്തപ്പോഴേക്കും നമ്മുടെ കേബേജ് തോരൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചോറിൻ്റെ മുകളിൽ ഉപ്പേരിയൊക്കെ വെച്ച് കൊണ്ടുവന്ന ആ ഒരു ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ചോറ്റും പാത്രത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് മുട്ട പൊരിച്ചത്. അപ്പോൾ ഞാനൊരു മുട്ടയെടുത്ത് ചെറുതായിട്ട് സവോളൊക്കെ അരിഞ്ഞിട്ട് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തേക്കാണ്. മറച്ചിടുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്, എങ്കിലും ഞാൻ അതിവിദഗ്ധമായിട്ട് ആ ഒരു മറച്ചിടലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കറികളും കാര്യങ്ങളൊന്നും ഇല്ല. ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ കറികളൊക്കെ സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കിയിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. കാരണം നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകും. ഇന്നിപ്പോൾ ഷെയർ ചെയ്യണം, പക്ഷേ എങ്കിലും എനിക്കിങ്ങനെ കൊണ്ടുപോകാനൊരു മോഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും കേബേജ് ഉപ്പേരിയും പിന്നെ കുറച്ച് ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങാച്ചാറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ, അപ്പോൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ലേശം മാങ്ങാച്ചാറും കൂടി എടുത്തപ്പോഴേക്കും നമ്മുടെ ചോറ്റുപാത്രം അങ്ങോട്ട് നിറഞ്ഞു. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേര ചമ്മന്തിയൊക്കെ വെക്കായിരുന്നു, പക്ഷെ സമയമില്ലാത്ത കാരണം കൊണ്ട് അതൊന്നും ഞാൻ ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. പിന്നെ നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകുക എന്നുള്ളത് നമ്മുടെ കൂടപ്പിറപ്പാണ്. അപ്പോൾ അതും കൂടി കഴുകി മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഇന്ന് ഞാൻ കാലത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഉപ്പുമാവ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തീരും. വീട്ടിലധികം ആർക്കും ഇഷ്ടമൊന്നുമില്ല ഉപ്പുമാവ് കഴിക്കുക എന്നുള്ളത്, പക്ഷേ എങ്കിലും എനിക്ക് എളുപ്പപ്പണിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്താണ് എൻ്റെ കയ്യിൽ കുറച്ച് പാലിരിക്കുന്നുണ്ടായിരുന്നു, പശുവും പാല്. അപ്പോൾ അതെന്തായാലും കുറച്ച് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് നാശമായി പോവും. ഇന്ന് വരുന്ന പാലും ഉണ്ടാവും. അപ്പോൾ എല്ലാ പാലും കൂടി അങ്ങോട്ട് നാശമാക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ഞാൻ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുണ്ടായിരുന്ന സവോളൊക്കെ വാടി വന്നപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വറുത്ത് വെച്ചിട്ടുള്ള റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഉപ്പുമാവ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്കെന്തായാലും രാവിലെ കഴിക്കാനായിട്ട് സമയമില്ല. അപ്പോൾ കുട്ടികൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ അത്യാവശ്യം കഴിക്കാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ തേയാണ്ട് വന്നു കഴിഞ്ഞാൽ കാലത്ത് തന്നെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ക്യാബേജ് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് അവർ ബാക്കിയുള്ളവർ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത് കേട്ടോ. ഒരുപാട് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചാലും ഞാൻ തിരിച്ച് ഇതേപോലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉപ്പുമാവ് അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നുണ്ടാവും. പിന്നെ അത് മുഴുവൻ ഞാൻ കഴിക്കേണ്ടി വരും എന്തായാലും. അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി മാറ്റി വെച്ചു. നേരെ ഞാൻ ജോലിക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. തൃശ്ശൂരാണ് നമുക്ക് ട്രെയിനിങ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ചധികം സമയം വേണം. ഇന്ന് ഞാൻ ബസ്സിന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ട്രെയിനിങ് കഴിയുന്ന സമയത്ത് പിള്ളേരും ചേട്ടനും തൃശ്ശൂർക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വരാമെന്നുള്ള പ്ലാനിങ് ഒക്കെയാണ് ചെയ്യുന്നത്. എന്തായാലും 9:30 ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 9:30 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആവുമായിരിക്കും. എങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം സമയം 9:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് ഒരു 5 മണി വരെയാണ് ട്രെയിനിങ്ങിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കോട്ടൻ്റെ ഒരു അനാർക്കലി സെറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൺഡേയിലെ വിശേഷങ്ങൾ. അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബായ്.